പല പ്രശ്നങ്ങൾക്കും, പല വഴക്കുകൾക്കും, പല അടിക്കും, പല ബന്ധങ്ങളുടെ വേർപിരിയലിനും എല്ലാം കാരണം എന്താണെന്നറിയാമോ? ഒരാൾ പറയുന്നത് മറ്റേ ആൾ കേൾക്കാൻ റെഡിയാകുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെവി ഉണ്ടായാൽ പോരാ, കേൾക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ബൈബിളിലെ വാക്യമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം എൻ്റെ 19-ാം വാക്യം. അപ്പോൾ എനിക്ക് വേണ്ട കാര്യമാണ് ഞാൻ വായിക്കുന്നത്. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കണം. കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തതുകൊണ്ട് ആ കുറച്ച് വാക്കുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വായിച്ച വാക്യം ഏതായിരുന്നു? യാക്കോബിൻ്റെ ലേഖനമായിരുന്നു അല്ലേ? യാക്കോബിൻ്റെ ലേഖനത്തിൽ എന്താ വായിച്ചത്? കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം നമ്മൾ എന്നതിനെ കുറിച്ചിട്ടാണ്. എത്ര പേരങ്ങനെ മറ്റുള്ളവർ പറയാൻ അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്? അതോ മറ്റൊരാൾ പറയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് കിടന്ന് എന്തൊക്കെയോ പറയുന്നു? അങ്ങനെയാണോ നിങ്ങൾ? പല പ്രശ്നങ്ങൾക്കും, പല വഴക്കുകൾക്കും, പല അടിക്കും, പല ബന്ധങ്ങളുടെ വേർപിരിയലിനും എല്ലാം കാരണം എന്താണെന്നറിയാമോ? ഒരാൾ പറയുന്നത് മറ്റേ ആൾ കേൾക്കാൻ റെഡിയാകുന്നില്ല. ഇവിടെ ഒരാൾ പറയാനായിട്ട് റെഡിയാണ്. ഞാനൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാവോ? വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കണ്ട. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓക്കെ, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ക്ഷമയോട് കേൾക്കാൻ റെഡിയാകുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും സോൾവ് ആകും. അവിടെ ഒരു ബന്ധങ്ങളുടെ വേർപിരിയലും ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, ഒരു അടിയും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ അവിടെ നടക്കുക തന്നെ ചെയ്യും. ഇതേപോലെ തന്നെ വേറൊരു കാര്യമോട് ഞാൻ പറയട്ടെ. നമ്മളൊരു വ്യക്തിയെ കേൾക്കാൻ റെഡി ആവുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ആത്മഹത്യയിൽ നിന്ന് വരെ ഒരു മോചനം ആ വ്യക്തിക്ക് കിട്ടും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതത്ര പോസിബിൾ ആണോ എന്ന്? തീർച്ചയായിട്ടും. പലരുടെയും പ്രശ്നം എന്നെ കേൾക്കാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്തയാണ്. ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നൊരു കാര്യം പറയുമ്പോൾ, വിഷമിച്ച് ഒരു കാര്യം പറയാനായിട്ട് വരുമ്പോൾ ഫോൺ എടുത്ത്, ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളാണല്ലോ, എടുത്ത് ഓക്കെ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അയ്യോ സോറിയുടെ ഞാൻ കേട്ടില്ല, എന്താണ് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഇത് ശരിയല്ല. ഓക്കെ, ഇത് ശരിയല്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നൊരു കാര്യം പറയാൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ ഒന്ന് കേൾക്കണം. നമ്മുടെ ഫോണുകളൊക്കെ ഒന്ന് മാറ്റണം. ഡിസ്റ്റർബായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബുക്കിൽ എഴുതുവാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് ആ വ്യക്തി പറയുന്നത്, ആ വ്യക്തിയുടെ പ്രശ്നം എന്താണ് എന്ന് കേൾക്കാൻ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ആ വ്യക്തി ഓരോരോ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് നമ്മൾ ആൻസർ പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഉപദേശം നൽകാനായിട്ട് നിൽക്കരുത്, തള്ളാനായിട്ട് നിൽക്കരുത്. പറയുന്നത് എന്താണെന്ന് ഫസ്റ്റ് കേൾക്കുക. പറവാൻ താമസവും ഉണ്ടായിരിക്കണം. അതായത് പറയേണ്ട കാര്യങ്ങൾ ബുദ്ധിയോടെ പറയുക. പലർക്കും ഇഷ്ടമില്ലാത്ത ദേശം എന്താണ്? ഉപദേശമാണ്. അപ്പം ഉപദേശത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ അടുത്ത് പലരും പല കാര്യങ്ങൾ പറയാൻ വരുന്നത്. ഉപദേശങ്ങളെല്ലാം പലരും ആ വ്യക്തികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികൾ കേട്ടിട്ടുണ്ട്, എല്ലാമുണ്ട്. മറിച്ച് ആ വ്യക്തികൾക്ക് വേണ്ട കാര്യം ആ വ്യക്തികളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കേൾക്കുമ്പോൾ എന്താണ് തിരിച്ച് പറയേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടുകയും, അത് മാത്രമല്ല ഈ വ്യക്തി കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പല കാര്യങ്ങൾ ഓപ്പണായി പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ഒരു ആശ്വാസം കിട്ടും. കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഓപ്പണായി കഴിയുമ്പോഴത്തേനും ആ വ്യക്തിക്ക് ഒരു ആശ്വാസം കിട്ടുകയും, മറിച്ച് നിങ്ങളിൽ നിന്ന് അതേപോലെ ഒരു നല്ലൊരു റെസ്പോൺസും കൂടി കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യണ്ട, തന്നെ കേൾക്കാൻ ഒരാളുണ്ട്, തന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ എല്ലാം പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസവും ആ വ്യക്തിക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്ന് എന്താണ്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വേർപിരിയലുകൾ എന്ത് ചെയ്യും? ഈ നമ്മൾ കേൾക്കാൻ റെഡി ആവുമ്പോൾ അത് കുറഞ്ഞു കിട്ടും. അതുമാത്രമല്ല പല വ്യക്തികളെയും ആത്മഹത്യയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ടും സാധിക്കും.
പല കുടുംബ ജീവിതങ്ങളും തകരുന്നതിന് കാരണം എന്താണ്? ഭാര്യ ഭർത്താവിൽ നിന്ന് കേൾക്കാൻ റെഡിയാകുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയിൽ നിന്ന് കേൾക്കാൻ റെഡിയാകുന്നില്ല. ഒന്നെങ്കിൽ അവർ അവരുടേതായ ലോകത്ത്, ഭർത്താവ് ഭർത്താവിൻ്റെ ലോകത്ത്, ഭാര്യ ഭാര്യയുടെ ലോകത്ത്. കൂട്ടുകാരായിരിക്കാം, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മൊബൈൽ ഫോണുകളായിരിക്കാം, വേറെന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയല്ല, നമ്മൾ മറ്റൊരാളെ കേൾക്കാൻ റെഡിയാകുക, നമ്മൾ മറ്റൊരാളെ നല്ലൊരു സുഹൃത്തായി മാറുക. നമുക്കും അങ്ങനെ മറ്റൊരാൾ പറയാൻ വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഉത്തരം പറയുകയും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ ഇന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. മറ്റുള്ളവരെ കേൾക്കാൻ റെഡിയാകുക. പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, അങ്ങനെ പലതിൽ നിന്നും മറ്റൊരാളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ചെവി ഉണ്ടായാൽ പോരാ, കേൾക്കണം. അപ്പോൾ അത് തന്നെയാണ് യേശുക്രിസ്തുവും പറയുന്നത്, ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ.